പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വേൾഡ് കപ്പിലെ പോർച്ചുഗലിന്റെ ആദ്യ മത്സരം വരുന്നത് ഈ വരുന്ന 17-നാണ്. DR കോങ്കോക്കെതിരെയുള്ള ആദ്യ മത്സരം രാത്രി 10:30-ക്കാണ്. കളിച്ച 2 സൗഹൃദ മത്സരങ്ങളിലും പോർച്ചുഗൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ടീമിന്റെ നായകനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ നല്ല ആത്മവിശ്വാസത്തിലാണ് റൊണാൾഡോ ഉള്ളത്. തൻ്റെ ടീമിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ സന്തുഷ്ടനാണ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ലോകകപ്പിന് പോകുന്നത്. നിലവിൽ ഞാൻ സുഖമായിരിക്കുന്നുവെന്നും നിങ്ങൾ ഗെയിമുകൾ കാണാറുണ്ട് എന്നും റൊണാൾഡോ ചോദിക്കുകയായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പോകുന്നത്. പോർച്ചുഗൽ ടീമിന് ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ ഈ തലമുറ നൽകുമെന്നും റൊണാൾഡോ പറഞ്ഞു. പക്ഷേ അവസാനം മാത്രമായിരിക്കും ഫലം അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നായകനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗൽ ടീമും നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. അടുത്തൊരു വാർത്ത അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ടീമിൽ ചില താരങ്ങളെല്ലാം പരിക്കിന്റെ പിടിയിലായിരുന്നു. നിലവിലിപ്പോൾ പരിക്കിന്റെ പിടിയിലായിരുന്ന ഒട്ടുമിക്ക താരങ്ങളും പരിക്കിൽ നിന്നെല്ലാം റിക്കവേർഡ് ആയിട്ടുണ്ട്. പലേഡിക്ക് പകരമായിട്ട് സെനസി ആയിരിക്കും ഈ ഒരു വേൾഡ് കപ്പിൽ കളിച്ചേക്കുക. അർജന്റീനയും കളിച്ച 2 സൗഹൃദ മത്സരങ്ങളിൽ വിജയിക്കുകയായിരുന്നു. അർജന്റീന ആരാധകർക്ക് ഏറെ ആശങ്ക നൽകിയൊരു കാര്യമായിരുന്നു ഗോൾ കീപ്പറായിട്ടുള്ള എമിലിയാനോ മാർട്ടിനസിന്റെ പരിക്കിന്റെ പിടിയിലായിരുന്ന മാർട്ടിനസ് 2 സൗഹൃദ മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ കൈവച്ചെല്ലാം അദ്ദേഹം പരിശീലനം നടത്തുന്ന ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. അങ്ങനെ നിലവിലിപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് എമിലിയാനോ മാർട്ടിനസിന്റെ പരിക്ക് മാറിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പരിക്കിന്റെ പിടിയിലായിരുന്ന ലിയനാർഡോ പരേഡസും ഇന്നലെ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഗോൾ കീപ്പറായിട്ടുള്ള എമിലിയാനോ മാർട്ടിനസ് പരിക്കിന്റെ പിടിയിൽ നിന്നെല്ലാം അൾജീരിയക്കെതിരെയാണ് വേൾഡ് കപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം വരുന്നത്. എന്നാൽ അല്പം നിരാശ നൽകുന്ന ഒരു കാര്യം ടാഗ്ലിയാഫിക്കോയ്ക്ക് ആദ്യ 2 മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നുള്ളതാണ്. കാരണം ഇപ്പോഴും പരിക്കിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തനായിട്ടില്ല. നിക്കോ പാസിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പരിക്കിൽ നിന്ന് താരം റിക്കവേർഡ് ആയെങ്കിലും ഇന്നലെ ട്രെയിനിങ്ങിൽ താരം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.